Hello students, today we have a new chapter, Letters from the Mothers of Nanjambaram to the Supreme Court by M.A. Rahman. ഇതൊരു ലെറ്ററാണ്. സുപ്രീം കോടതിക്ക് മുമ്പാകെ എഴുതി വെച്ച ഒരു ലെറ്റർ സുപ്രീം കോടതിയിലേക്ക് എൻഡോസൾഫാൻ കാരണം നമ്മുടെ നാട്ടിലുണ്ടായ ഡിസ്ട്രക്ഷൻ, നമ്മുടെ നാട്ടിലുണ്ടായ നാശനഷ്ടങ്ങളും ആ ഒരു പെസ്റ്റിസൈഡിൻ്റെ അളവ് കൂടിയത് കൊണ്ടുണ്ടായ രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും സുപ്രീം കോർട്ടിലേക്ക് എഴുതി വെച്ച ഒരു ലെറ്ററാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ. M.A. Rahman, a retired professor, activist, critic and filmmaker, has been at the forefront of the eco movement against endosulfan. He is the recipient of Odakuyal Award, an Indian literary award instituted to honor writers for a particular outstanding work in Malayalam language. The work that merited this honor was Oro Jeevanum Vilapettadanu. His documentary Bashir the Man won the National Award for the Best Biographical Documentary in 1988. Other renowned documentaries are Kumaranellurile Kulangal and A Paradise for the Dying. His films have been screened at international film festivals at London, Paris, Taiwan, Estonia and Houston. His major works are Bashir, Kalam, Desham and Bashir Boopadangal. Okay, now let's explain. M.A. റഹ്മാൻ, അയാൾ റിട്ടയർഡ് പ്രൊഫസറാണ്, ആക്ടിവിസ്റ്റാണ്, ക്രിറ്റിക്കാണ്, ഫിലിം മേക്കറാണ്. ഹാസ് ബീൻ അറ്റ് ഫോർ ഫ്രണ്ട് ഓഫ് ദ എക്കോ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് എൻഡോസൾഫാൻ. പരിസ്ഥിതി മൂവ്മെൻറ്റിന് മുൻപന്തിയിൽ, എൻഡോസൾഫാനെതിരായിട്ടുള്ള പരിസ്ഥിതി മൂവ്മെൻറ്റിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് നമ്മുടെ M.A. റഹ്മാൻ. He is the recipient of Odakuyal Award. Odakuyal Award നേടിയ ആളാണ്. An Indian literary award instituted to honor writers for a particular outstanding work in Malayalam language. മലയാളം ലാംഗ്വേജിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചവർക്ക് കൊടുക്കുന്ന വർക്കാണ് എന്ത്. ഇതൊരു ഇന്ത്യൻ ലിറ്റററി അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. Okay, he got Odakuyal Award for the work ഓരോ ജീവനും വിലപ്പെട്ടതാണ്. Not the point. His documentary Bashir the Man won the National Award for the Best Biographical Documentary in 1988. ബഷീർ ദ മാൻ എന്നുള്ള ഡോക്യുമെൻ്ററിക്ക് നാഷണൽ അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതൊരു ബെസ്റ്റ് ബയോഗ്രഫിക്കൽ ഡോക്യുമെൻ്ററി ആയതിന് 1988. Other renowned documentaries are കുമാരനെല്ലൂരിലെ കുളങ്ങൾ and Paradise for the Dying. Then his film have been screened at international film festivals at London, Paris, Taiwan, Estonia and Houston. അദ്ദേഹത്തിൻ്റെ ഫിലിം പ്രദർശിപ്പിച്ചിട്ടുണ്ട് പല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിലും. ലണ്ടനിലും പാരീസിലും തായ്വാനിലും എസ്റ്റോണിയയിലും ഹ്യൂസ്റ്റണിലും എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫിലിം, അയാളൊരു ഫിലിം മേക്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിലിമുകൾ പല രാജ്യങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഹിസ് മേജർ വർക്ക്സ് ആർ ബഷീർ, കാലം, ദേശം ആൻഡ് ബഷീർ ഭൂപടങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ബഷീർ, കാലം, ദേശം ആൻഡ് ബഷീർ ഭൂപടങ്ങൾ. ഓക്കെ, നമുക്ക് ഇതിലുള്ള മെയിൻ പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. M.A. റഹ്മാൻ, റിട്ടയർഡ് പ്രൊഫസർ, ആക്ടിവിസ്റ്റ്, ക്രിറ്റിക് ആൻഡ് ഫിലിം മേക്കർ. Then one more point there, he has been forefront of the eco movement against endosulfan. അയാൾ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് എൻഡോസൾഫാനെതിരായിട്ട്. വളരെയധികം ആ ഒരു എൻഡോസൾഫാൻ്റെ ഡിസ്ട്രക്ഷനെതിരായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് മുന്നിൽ നിന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ 2 പോയിന്റായി. M.A. റഹ്മാൻ, റിട്ടയർഡ് പ്രൊഫസർ, ആക്ടിവിസ്റ്റ്, ക്രിറ്റിക് ആൻഡ് ഫിലിം മേക്കർ. He fought against endosulfan. 2 പോയിന്റ് ആയില്ലേ. He fought against endosulfan. Then he got Odakuyal Award for which work ഓരോ ജീവനും വിലപ്പെട്ടതാണ്. The next point, he won National Award for the Best Biographical Documentary. Which is the documentary? Bashir the Man.
4 പോയിന്റായി. ദെൻ അതർ റിനൗണ്ട് ഡോക്യുമെന്ററീസ് കുമാരനെല്ലൂരിലെ കുളങ്ങൾ ആൻഡ് പാരഡൈസ് ഫോർ ദ ഡൈയിങ്. ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് 2016 2016 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. നാഷണൽ അവാർഡ് കിട്ടിയത് 1988. ഓടക്കുഴൽ അവാർഡ് കിട്ടിയ വർക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ബെസ്റ്റ് ഡോക്യുമെന്ററി ബഷീർ ദ മാൻ. പിന്നെ വേറെ റിനൗണ്ട് ഡോക്യുമെന്ററീസ് ഉണ്ട്. ഒന്നാണ് കുമാരനെല്ലൂരിലെ കുളങ്ങൾ ആൻഡ് പാരഡൈസ് ഫോർ ദ ഡൈയിങ്. പിന്നെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിമുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൺ മോർ ഇമ്പോർട്ടൻ്റ് വർക്ക് ബഷീർ കാലം ദേശം ആൻഡ് ബഷീർ ഭൂപടങ്ങൾ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാര. Letters from Mothers is a telling narrative on the gruesome effect of use of endosulfan in Kasaragod, a pesticide notorious for its acute toxicity, potential for bioaccumulation and endocrine disruptor. It has been classified as a highly hazardous chemical by US Environmental Protection Agency, that is EPA, and the European Union as a persistent toxic substances by the United Nations Environmental Programme UNEP as a category second moderately hazardous chemical by the World Health Organization and an extremely hazardous chemical by the Industrial Toxicological Research Center, that is ITRC, in India. ഈ ഒരു നരേഷനിൽ ഈ ഒരു ലെറ്ററിൽ കാര്യമായിട്ടും പറയുന്നത് കാസർഗോഡിൽ എൻഡോസൾഫാൻ ഉപയോഗിച്ചിട്ടുണ്ടായ ആ പേടിപ്പിക്കുന്ന ദുരന്ത കഥയാണ്. ആ ലെറ്റേഴ്സ് ഫ്രം മദേഴ്സിൽ കാസർഗോഡിലുണ്ടായ എൻഡോസൾഫാൻ ഉപയോഗം കൊണ്ടുണ്ടായ ദുരന്തത്തിൻ്റെ പേടിപ്പിക്കുന്ന കഥയാണ് ഈ ഒരു നരേഷനിലൂടെ നമുക്ക് എം.എ. റഹ്മാൻ കാണിച്ചു തരുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഓക്കെ, A pesticide notorious for its acute toxicity. പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം മാരകമായ വിഷമാണ്. പെസ്റ്റിസൈഡ് നൊട്ടോറിയസ് ഫോർ ഇറ്റ്സ് അക്യൂട്ട് ടോക്സിസിറ്റി. മാരകമായ വിഷമാണ് എന്ത്? ടോക്സിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് എന്ത്? കൊടും വിഷമാണ് എൻഡോസൾഫാൻ. ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്നത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാവും എന്തൊക്കെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത്. നമുക്ക് ഇത്രയും ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നമ്മളെല്ലാ അവയവങ്ങളും വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇല്ല. ഒന്ന് കണ്ണൊന്ന് മാറി വെച്ച് പോയാൽ എങ്ങനെയോ അവസ്ഥ ഉണ്ടാവുക. അല്ലെങ്കിൽ മൂക്കൊന്ന് കുറച്ച് താഴേക്കായി, അല്ലെങ്കിൽ മൂക്കൊന്ന് കുറച്ച് മേൽപോട്ടേക്ക് ഒരു നെറ്റുള്ള സ്ഥലത്തേക്ക് മൂക്ക് വെച്ചുപോയി, എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഒരിക്കലും മനുഷ്യൻ്റെ അടുത്തേക്ക് ഫേസ് ചെയ്യാനോ, നമുക്ക് എപ്പോഴും ലോൺലിനെസ് ഫീൽ ചെയ്യും, നമുക്ക് ജീവിക്കാൻ പോലും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ ഒരു എൻഡോസൾഫാൻ ഉപയോഗത്തിൻ്റെ കാരണം കൊണ്ട് ഗർഭിണികൾക്കും അല്ലാത്ത ചെറിയ കുട്ടികൾക്കും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എൻഡോസൾഫാൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് രാജ്യങ്ങൾ ഇത് നിരോധിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ടോക്സിക് ആണ്. പൊട്ടൻഷ്യൽ ഫോർ ബയോ അക്യുമുലേഷൻ ആൻഡ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റർ. പൊട്ടൻഷ്യൽ മീൻസ് എൻഡോസൾഫാൻ എബിലിറ്റി ഉണ്ട്. എൻഡോസൾഫാൻ എന്തിനുള്ള കഴിവുണ്ട്? ബയോ അക്യുമുലേഷൻ. അക്യുമുലേറ്റ് ഹ്യൂമൻ ബ്ലഡ് ആൻഡ് മേക്ക് ഡിസ്ട്രക്ഷൻ. എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ പറഞ്ഞാൽ നാഡീവ്യൂഹങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ, ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ അല്ലേ? എൻഡോക്രൈൻ മീൻസ് നാഡീവ്യൂഹം, ന്യൂറോൺ വ്യവസ്ഥയെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ന്യൂറോൺസ് ഒക്കെ അല്ലേ? സയൻസ് പഠിച്ചവർക്കറിയാം. ന്യൂറോണുകൾ നാഡീ വ്യവസ്ഥയെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, പൊട്ടൻഷ്യൽ ഉണ്ട് ബയോ അക്യുമുലേറ്റ് ചെയ്യാൻ. ഈ എൻഡോസൾഫാൻ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ട് ഹ്യൂമൻ ബ്ലഡൊക്കെ എന്താക്കും? അതിൻ്റെ രക്തോട്ടം, രക്തചംക്രമണ വ്യവസ്ഥയെ തകരാറിലാക്കും. എന്നിട്ട് നമുക്ക് ബോഡിക്ക് എന്തുണ്ടാക്കും? ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. ഇതിനുള്ള കഴിവുള്ള ഒരു വസ്തു, ഒരു പെസ്റ്റിസൈഡ്, ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് എന്ത്? നമ്മുടെ എൻഡോസൾഫാൻ. Okay, it has been classified as highly hazardous chemical by the US Environmental Protection Agency. ഇവിടെ പറയുന്നത് എന്താ നോക്കൂ.
WHO നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇപ്പോൾ കൊറോണൻ്റെ സമയത്ത് ധാരാളമായിട്ട് പറയുന്നുണ്ട്. WHO പറഞ്ഞു ആഗസ്റ്റ് മാസത്തോടെ കൊറോണ ബാധിക്കുന്നവരുടെ എണ്ണം കൂടാനാണ് സാധ്യത എന്ന് WHO പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സംഘടനകളാണ്. അതുപോലത്തെ കുറേ സംഘടനകൾ ഉൾപ്പെടെ അല്ലേ, WHO ഉൾപ്പെടെയുള്ള എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളും എൻഡോസൾഫാനെ വളരെ അപകടകരമായ ഒരു കെമിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്തു, അതിനെ പ്രഖ്യാപിച്ചു. ഏതൊക്കെ ഏജൻസികളാണ്? EPA, UNEP, WHO, ITRC. ആ വലിയ സെന്റൻസുകൾ ഒന്നാകെ പഠിക്കണ്ട. ഈ എല്ലാ ഏജൻസികളും എന്താക്കി? എല്ലാവരും ഇതിനൊരു ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് എഴുതപ്പെട്ടു, മുദ്ര കുത്തി. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് ബീൻ ബാൻഡ് ഗ്ലോബലി ഇൻ 80 കൺട്രീസ്. 80 കൺട്രികളിൽ ഇതെന്ത് ചെയ്തു? തീരെ അങ്ങോട്ട് ഇല്ലാതാക്കി, ബാൻ ചെയ്തു. അറ്റ് ദ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ persistent organic pollutants on 30 April 2012, 127 countries agreed on a worldwide ban on endosulfan, to which India objected since the ban would adversely affect the agricultural industry. Finally, it was agreed to ban the pesticide in a phased manner, giving government-appointed scientists time to develop an alternative pest control. അപ്പോൾ 2012 ഏപ്രിൽ 30 127 കൺട്രികൾ എഗ്രി ചെയ്തു ഓൺ എ വേൾഡ് വൈഡ് ബാൻ ഓൺ എൻഡോസൾഫാൻ. വേൾഡ് വൈഡ് ആയിട്ട് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചു 127 കൺട്രികൾ ഏപ്രിൽ 30, 2012. ടു വിച്ച് ഇന്ത്യ ഒബ്ജക്റ്റഡ് സിൻസ് ദ ബാൻ വുഡ് അഡ്വൈസ്ലി എഫക്ട് ദ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി. ആ സമയത്ത് ഇന്ത്യ അതിനെ എതിർത്തു. എന്തുകൊണ്ടാണ്? അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിക്ക് അത് കോട്ടം തട്ടും, അഡ്വൈസ്ലി ഇത് എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാനിനെ, ആ ഒരു എതിർപ്പിനെ ഇന്ത്യ ഒബ്ജക്റ്റ് ചെയ്തു. ഫൈനലി ഇറ്റ് വാസ് എഗ്രീഡ്. പിന്നെ അവസാനം ഇന്ത്യ എന്ത് ചെയ്തു? എഗ്രി ചെയ്തു. എ ബാൻ ദ പെസ്റ്റിസൈഡ് ഇൻ എ ഫേസ്ഡ് മാനർ. പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കിയാൽ അഗ്രികൾച്ചർ മൊത്തം എന്താവും? താറുമാറാകും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫേസ്ഡ് മാനറിൽ ഞങ്ങളത് അംഗീകരിച്ചോളാം എന്നവർ എഗ്രി ചെയ്തു. ഗിവിംഗ് ഗവൺമെന്റ് അപ്പോയിന്റഡ് സയന്റിസ്റ്റ് ടൈം ടു ഡെവലപ്പ് ആൻ ആൾട്ടർനേറ്റീവ് പെസ്റ്റ് കൺട്രോൾ. ഈ എൻഡോസൾഫാന് പകരമായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു പെസ്റ്റ് കൺട്രോളിനെ കുറിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സയന്റിസ്റ്റുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ കുറേ ഉണ്ട്. നമ്മൾ 2 പാരഗ്രാഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് ലെറ്റേഴ്സ് ഫ്രം mothers is a telling narrative on gruesome means fearful effect on the use of endosulfan in Kasargod. അത് അണ്ടർലൈൻ ചെയ്തിട്ടോളൂ കേട്ടോ. ആ ലൈന് അണ്ടർലൈൻ ചെയ്യുക, പഠിക്കുക. എ പെസ്റ്റിസൈഡ് നൊട്ടോറിയസ് ഫോർ ഇറ്റ്സ് അക്യൂട്ട് ടോക്സിസിറ്റി, പൊട്ടൻഷ്യൽ ഫോർ എബിലിറ്റി, അതിന് കഴിവുണ്ട്, ബയോ അക്യുമുലേഷൻ ആൻഡ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റർ അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ടു അക്യുമുലേറ്റ് ഹ്യൂമൻ ബ്ലഡ്, അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. അത് പൊട്ടൻഷ്യൽ ഫോർ ബയോ അക്യുമുലേഷൻ ആൻഡ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റർ. ആ ഒരു എൻഡോസൾഫാനിന് എബിലിറ്റി ഉണ്ട് ടു അക്യുമുലേറ്റ് ഹ്യൂമൻ ബ്ലഡ് ആൻഡ് മേക്ക് ബോഡി ഡിസ്ട്രക്ഷൻ, മേക്ക് ന്യൂറോൺ ഡിസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ പല ഏജൻസികളും ഇതിനെ എതിർത്തു. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തു? 80ഓളം രാജ്യങ്ങൾ ബാൻ ചെയ്തു. ദെൻ 127 countries agreed to ban, but India objected that. After that they agreed to stop the pesticide in a phased manner, then giving government appointed scientists for given time for alternative pest control, for finding out another pest control like that of not like that of endosulfan. Area where endosulfan was indiscriminately sprayed was a hilly area where the most marginalized sections of the society live. Rooting out this menace was almost impossible since there was intense lobbying among the various departments of government and scientists. Despite the fact that the generations of populace began to be afflicted with terminal diseases and congenital abnormalities,
It was difficult even to win public sympathy because there are the lives of humans at the lowest strata of society and that the powerful were complicit in this human game. This letter invites attention to the trauma suffered by the women folk due to endosulfan. Drafted by M.A. Rahman in Malayalam, who lived with these victims and personally encountered their travails. Translated by B.V. Lasida and signed by 10 mothers in Karaduka Panchayat, Kasargod. Okay, let's explain. The area where endosulfan was indiscriminately sprayed by the hilly area were the most marginalized sections of the society live. സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെട്ടവർ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ ആദിവാസി അങ്ങനെ ഒക്കെ ഉള്ള ആളുകളില്ലേ സമൂഹത്തിൽ വേർതിരിക്കപ്പെട്ടവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്തവരുടെ ആ ഒരു ഹില്ലി ഏരിയയിൽ താമസിക്കുന്ന അവരുടെ ഇടയിലാണ് എൻഡോസൾഫാൻ ഇൻഡിസ്ക്രിമിനേറ്റഡായിട്ട് ഒരു വിവേചനവും കൂടെ റാൻഡമായിട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്തത്. റൂട്ടിംഗ് ഔട്ട് ദിസ് മെനൈസ് ഈ ഒരു അക്രമത്തെ റൂട്ട് ചെയ്യാൻ നിർത്തിവെക്കാൻ വാസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അത് സാധ്യമായിരുന്നില്ല. കാരണം സിൻസ് ദർ വാസ് ഇന്റൻസ് ലോബിയിങ് എമംഗ് ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ആൻഡ് സയന്റിസ്റ്റ്. ലോബി എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഡിസിഷൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ്, പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും സയന്റിസ്റ്റുകളുടെയും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് ഈ ഒരു മെനൈസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. ഈ ഒരു എൻഡോസൾഫാൻ ഭീഷണിയെ തടഞ്ഞു നിർത്താൻ സാധിച്ചിരുന്നില്ല. Despite the fact that the generations of populace began to be afflicted the terminal diseases and congenital abnormalities, മാരകമായ രോഗങ്ങളും ജനിതക വൈകല്യങ്ങളും പല തലമുറകളെയും ബാധിക്കാൻ തുടങ്ങി. പല തലമുറകളെയും ജനിതക വൈകല്യങ്ങളും കണ്ണില്ല, കാലില്ല, അല്ലെങ്കിൽ കണ്ണ് മേലോട്ടായിട്ടുണ്ട്, കണ്ണ് കുഴിഞ്ഞു പോയിട്ടുണ്ട്, തല വലുതാവുക, ഇങ്ങനെ പല അബ്നോർമാലിറ്റികളും കാണാൻ തുടങ്ങി. ഇതൊന്നും ആരും കാര്യമായിട്ട് ശ്രദ്ധിച്ചതേ ഇല്ല. മനസ്സിലായോ? ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദ ജനറേഷൻസ് ഓഫ് പോപ്പുലേസ് ബിഗാൻ ടു ബി അഫ്ലിക്റ്റഡ് വിത്ത് ടെർമിനൽ ഡിസീസസ്, മാരകമായ അസുഖങ്ങളും കൺജനറ്റൽ അബ്നോർമാലിറ്റീസും ഇങ്ങനെയുള്ള അബ്നോർമലായിട്ടുള്ള അവയവ ക്രമീകരണങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇതൊന്നും ആരും എന്ത് ചെയ്തില്ല. കൺജനറ്റൽ പറഞ്ഞാൽ ജനിതക അബ്നോർമാലിറ്റികൾ, ടെർമിനൽ ഡിസീസസ് പറഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ, ഇതൊന്നും ആരും കാര്യമായിട്ട് എടുത്തില്ല. കാരണം താഴേക്കിടയിലുള്ള ആളുകൾക്കാണ് ഇത് അധികം ബാധിക്കുന്നത്. അവിടെയാണിത് മാരകമായി കൊണ്ടുപോയി തളിച്ചിട്ടത്. It was difficult even to win public sympathy because these are the lives of humans at the lowest strata of society and that the powerful were complicit in this inhuman game. നോക്കൂ, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഈവൻ ടു വിൻ പബ്ലിക് സിമ്പതി. ഇവർക്ക് പബ്ലിക് സിമ്പതി നേടിയില്ല. കാരണം ഇവർ പാവപ്പെട്ടവരാണ്. ബിക്കോസ് ദീസ് ആർ ദ ലൈവ്സ് ഓഫ് ഹ്യൂമൻസ് അറ്റ് ലോവസ്റ്റ് സ്ട്രാറ്റ, സമൂഹത്തിന്റെ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളായതിനാൽ ഇവർക്ക് പബ്ലിക് സിമ്പതി പോലും കിട്ടിയില്ല. അതിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പൈസ ഉള്ളവർക്കാണ് എല്ലാവരും ഉണ്ടാവുക അല്ലേ? അത് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ കഴിയുമോ? അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളല്ലേ. അപ്പം അതുപോലെ തന്നെ താഴേക്കിടയിലുള്ളവർ ഇപ്പം അങ്ങനെയൊക്കെ അല്ല കേട്ടോ. ഇപ്പം കുറേ നമ്മളെ സമൂഹവും സൊസൈറ്റി ആകെ മാറിയിട്ടുണ്ട്. എല്ലാവരും ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളവരായിട്ടുണ്ട്. പക്ഷേ ഒരു മുമ്പത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെപ്പോഴും അവിടെ തന്നെ, അവരവിടെ അങ്ങോട്ട് ഡിപ്രസ് ചെയ്ത് ജീവിക്കുക. അവർക്കൊന്നിനും മുന്നോട്ട് വരാൻ ചാൻസ് ഇല്ല. ഇപ്പം അതിൽ നിന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് സിമ്പതി ഇവർക്ക് നേടാൻ കഴിഞ്ഞില്ല. കാരണം ഇവർ താഴേക്കിടയിലുള്ളവരായതുകൊണ്ട് ആരും അവരെ മൈൻഡ് ചെയ്തില്ല. പിന്നെ ദെൻ and that the powerful were complicit in this inhuman game. ഈ ഒരു കരുണയില്ലാത്ത ഗെയിമിൽ പവർഫുൾ ആയവരെന്ത് ചെയ്യും? കോംപ്ലിസിറ്റ്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും എന്തായാലും ഒരു പ്രശ്നമില്ല. പവർഫുൾ വേർ ഓൾവേസ് എസ്കേപ്ഡ് ദീസ് ഗെയിംസ് അല്ലേ? പവർഫുൾ വേർ ഓൾവേസ് എസ്കേപ്ഡ് ഫ്രം ദിസ് ഇൻഹ്യൂമൻ ഗെയിം. ഈ ഒരു ഇൻഹ്യൂമൻ കരുണയില്ലാത്ത ഈ ഒരു ഗെയിമിൽ നിന്നും പവർഫുൾ ആയ വലിയ സമൂഹത്തിന്റെ ഉയർന്ന
ഉയർന്ന അല്ലേ എമിനൻ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും എന്ത് ചെയ്യും, അവർക്ക് ഇതിലൊന്നും വലിയ പങ്കില്ല, അവരിതിന് സപ്പോർട്ടാണ്, അവരിതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും. This letter invites attention to the trauma suffered by the women folk due to endosulfan. ഈ ലെറ്റർ നമ്മുടെ ശ്രദ്ധ ചെലുത്തുന്നത് ഈ ഒരു എൻഡോസൾഫാൻ മൂലം ദുരിതങ്ങൾ നേരിടേണ്ടി വന്ന ചില സ്ത്രീകളുടെ വേദനയിലേക്കാണ്, അവരുടെ വിഷമങ്ങളിലേക്കാണ് എം.എ. റഹ്മാൻ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഡ്രാഫ്റ്റഡ് ബൈ എം.എ. റഹ്മാൻ ഇൻ മലയാളം. എം.എ. റഹ്മാൻ ഈ ഒരു ലെറ്റർ എഴുതിയത് മലയാളത്തിലായിരുന്നു. ഹു ലിവ്ഡ് വിത്ത് ദീസ് വിക്ടിംസ് ആൻഡ് പേഴ്സണലി എൻകൗണ്ടേർഡ് ദെയർ ട്രവെയിൽസ്. ട്രാൻസ്ലേറ്റഡ് ബൈ ബി വീലസ്. ഓക്കെ, മലയാളത്തിലാണ് എഴുതിയതെങ്കിലും ഏത് സമയത്താണ് ഇയാൾ എഴുതിയത്? ഹു ലിവ്ഡ് വിത്ത് ദീസ് വിക്ടിം. ഇങ്ങനെ എൻഡോസൾഫാൻ ബാധിച്ച ഇരകളുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് അല്ലേ, എം.എ. റഹ്മാന് ഈ ദുരന്തത്തിന് ഇരയായവരുടെ കൂടെ താമസിച്ചുകൊണ്ട് അവരുടെ വേദന, അവരുടെ ട്രവെയിൽസ്, അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. ഓക്കെ, ദിസ് ലെറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ബി.വി. ലസിത. നോട്ട് ദാറ്റ് പോയിന്റ്സ്. എം.എ. റഹ്മാൻ wrote this letter in Malayalam. After that it translated into English and signed by 10 mothers in കാരടുക്ക പഞ്ചായത്ത്. കാരടുക്ക പഞ്ചായത്തിലെ 10 സ്ത്രീകൾ ഈ ഒരു ലെറ്ററിൽ സൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല, നമുക്ക് കാര്യസാധ്യം ഇപ്പോൾ ഒരു വലിയൊരു ലൈന്, ഒരു ടവർ വരുന്നുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തൂടെ. അപ്പം നമ്മൾക്ക് ആർക്കൊക്കെയാണ് അതിന് എതിർപ്പുള്ളത്? എല്ലാവരും പേരെഴുതി ഒരു ഡോക്യുമെൻ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളോടൊക്കെ സൈൻ ചെയ്യിപ്പിക്കൂലേ? അതുപോലെ 10 അമ്മമാർ, 10 മദേഴ്സ് ഇൻ കാരടുക്ക പഞ്ചായത്തിലുള്ള കാസർഗോഡ് ജില്ലയിലെ കാരടുക്ക പഞ്ചായത്തിലുള്ള 10 അമ്മമാർ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. It is poignant expression of an angst of the victims and their struggle for a collective cause. The letter's paramount significance lies in the fact that it was instrumental in bringing out the Supreme Court verdict that favored the victims. Initially, the case was filed in the Supreme Court by the youth organization of a leading political party of Kerala. When this letter was submitted to the Supreme Court along with the shocking photographs of the victim, the court directed that it be submitted as a writ petition. The same was submitted along with the writ petition by Vandana Shiva. The Supreme Court verdict delivered on 17/1/2017 announced a compensation of Rs 5 lakh for each afflicted family as interim relief, which had to be disbursed within 5 months of the verdict. The disbursal is under process. The full-scale compensation package will be delivered by the Compensation Tribunal in due course. അപ്പോൾ ഇതൊരു പയഗ്നന്റ് എക്സ്പ്രഷൻ, ഇതൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഓഫ് ദ ആങ്സ്റ്റ് ഓഫ് ദ വിക്ടിംസ് ആൻഡ് ദെയർ സ്ട്രഗിൾ ഫോർ കളക്റ്റീവ് കോസസ് അല്ലേ. ആങ്സ്റ്റ് മീൻസ് ആൻസൈറ്റി. ആ ഒരു എൻഡോസൾഫാന്റെ പീഡനത്തിന് ഇരയായവരുടെ ആൻസൈറ്റിയും ആൻഡ് ദെയർ സ്ട്രഗിൾ, അവരനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകളും അവരുടെ വേദനകളും എല്ലാ കാര്യങ്ങളും അവർ പറയുകയാണ്. കാരണം ഇതൊരു ഫോർ എ കളക്റ്റീവ് കോഴ്സ്, ഇതൊരു എന്താ പറയുക, ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടി എഴുതിയതാണ് ഈ ഒരു എഴുത്ത്. അതിൽ പറയുന്നത് എന്താണ്? എൻഡോസൾഫാൻ ഇരകളുടെ വേദനകളും അവരനുഭവിക്കേണ്ടി വന്ന സഫറിങ്സും അവരുടെ ആകാംക്ഷകളെ കുറിച്ചുമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The letter's paramount significance lies in the fact that it was instrumental in the bringing out the Supreme Court verdict that favored the victims. സുപ്രീം കോർട്ടിൽ ഈ ഒരു ലെറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സുപ്രീം കോർട്ടിൽ ഈ ഒരു ലെറ്റർ വെച്ചതിന് ശേഷം ഇതിനനുസൃതമായിട്ടുള്ള വിധിയാണ് വന്നത്. സുപ്രീം കോർട്ട് വേർഡിക്റ്റ് വിക്ടിംസിന് ഫേവറബിൾ ആയിട്ടുള്ള വിധി വരാൻ കാരണമാക്കിയ ഒരു ലെറ്ററാണ് ഈ ഒരു ലെറ്റർ, ഇരകളെ സംരക്ഷിക്കുന്നത്. ഈ എൻഡോസൾഫാനിന്റെ
ദുരിതങ്ങൾ നേരിടേണ്ടി വന്ന ഇരകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വിധി പ്രസ്താവിക്കാൻ ഈ ലെറ്ററിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ലെറ്ററിന്റെ പ്രത്യേകത. ഓക്കെ. Initially, the case was filed in Supreme Court by the youth organization of leading potential party of Kerala. First ഈ ഒരു കേസ് ഫയൽ ചെയ്തത് സുപ്രീം കോർട്ട് ബൈ ദ യൂത്ത് ഓർഗനൈസേഷൻ ഓഫ് ലീഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഫസ്റ്റ് ഇത് ഫയൽ ചെയ്യാൻ കൊടുത്തത്. വെൻ ദിസ് ലെറ്റർ വാസ് സബ്മിറ്റഡ് ടു ദ സുപ്രീം കോർട്ട് അലോങ് വിത്ത് ദ ഷോക്കിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ വിക്ടിം. വെൻ ദിസ് ലെറ്റർ ഈ ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്ത സമയത്ത് സുപ്രീം കോർട്ടിലേക്ക് ഈ ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തും വെച്ചിട്ടുണ്ടായിരുന്നു? ഷോക്കിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ വിക്ടിം. അതിനിരയായവരുടെ ഫോട്ടോസ്, ഷോക്ക് അടിപ്പിക്കുന്ന, വളരെ കണ്ടാൽ തന്നെ ഷോക്കാവുന്ന അവയവങ്ങളില്ലാത്ത ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഫോട്ടോഗ്രാഫും കൂടി ലെറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദ കോർട്ട് ഡയറക്റ്റഡ് ദാറ്റ് ഇറ്റ് ടു ബി സബ്മിറ്റഡ് ആസ് എ റിട്ട് പെറ്റീഷൻ. അപ്പോൾ കോർട്ട് എന്ത് പറഞ്ഞു? ഇത് റിട്ട് പെറ്റീഷനായിട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഫസ്റ്റ് ലെറ്റർ സബ്മിറ്റ് ചെയ്ത സമയത്ത്. ദ സെയിം വാസ് സബ്മിറ്റഡ് അലോങ് വിത്ത് ദ റിട്ട് പെറ്റീഷൻ ബൈ വന്ദന ശിവ. അങ്ങനെ ഈ ഒരു സെയിം ലെറ്റർ തന്നെ വന്ദന ശിവ ഇവിടെ ഒരു റിട്ടോടുകൂടി വീണ്ടും സബ്മിറ്റ് ചെയ്തു. The Supreme Court verdict delivered on 17/1/2007 announced a compensation of Rs 5 lakh for each afflicted family as a interim relief which had to be disbursed within 5 months of the verdict. അങ്ങനെ 2017 ജനുവരി 17 അനൗൺസ് ചെയ്തു ഒരു കമ്പൻസേഷൻ തുകയായ 5 ലക്ഷം ആ എൻഡോസൾഫാൻ ബാധിച്ച ആളുകൾക്ക്, അതിനിരയായവർക്ക് ഒരു ഇൻ്ററിം റിലീഫ്, ഇടക്കാല ആശ്വാസമായിട്ട് ആ ഒരു ക്യാഷ് നൽകാൻ തീരുമാനമായി ഈ ഒരു ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ. ഇൻ്ററിം റിലീഫ് വിച്ച് ഹാഡ് ടു ബി ഡിസ്ബേഴ്സ്ഡ് വിത്തിൻ 5 months ഫോർ ദ വെർഡിക്ട്. വിധി വന്ന് 5 മാസത്തിനുള്ളിൽ ആ ഒരു പൈസ ഡിസ്ബേഴ്സ് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യും, അത് സ്പെൻഡ് ചെയ്യും, അത് നൽകും എന്നുള്ള വിധിയും കൂടി ആ കൂട്ടത്തിൽ തന്നെ വന്നു. ദ ഡിസ്ബേഴ്സൽ ഈസ് അണ്ടർ പ്രോസസ്. അങ്ങനെ ആ ഡിസ്ബേഴ്സൽ, ആ പൈസ കൊടുക്കുന്ന ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നു. ദ ഫുൾ സ്കെയിൽ കമ്പൻസേഷൻ പാക്കേജ് വിൽ ബി ഡെലിവേർഡ് ബൈ ദ കമ്പൻസേഷൻ ട്രിബ്യൂണൽ ഇൻ ഡ്യൂ കോഴ്സ്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് തുക 5 മാസത്തിനുള്ളിൽ തന്നെ 5 ലക്ഷം രൂപ കൊടുത്തു. പിന്നീടുള്ള പൂർണ്ണ നഷ്ടപരിഹാരം ദ ഫുൾ സ്കെയിൽ കമ്പൻസേഷൻ പാക്കേജ്, ആ ഒരു ഫുൾ സ്കെയിൽ കമ്പൻസേഷൻ പാക്കേജ് വിൽ ബി ഡെലിവേർഡ് ബൈ ദ കമ്പൻസേഷൻ ട്രിബ്യൂണൽ ഇൻ ഡ്യൂ കോഴ്സ്. ആ ഒരു ഡ്യൂ കോഴ്സിൽ തന്നെ കോമ്പൻസേഷൻ ട്രിബ്യൂണൽ നിർണയിച്ച് കൊടുക്കുകയും ചെയ്തു. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ. താങ്ക് യു.